എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഫാമിലിയായിട്ട് വീക്കെൻഡിൽ ഒരു സായാഹ്നം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതുണ്ടെന്ന്. അത്തരത്തിലുള്ളൊരു സ്ഥലമാണ് ഞാനത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ നഗരത്തിനോട് തൊട്ടടുത്ത് ചേർന്ന ഒരു സ്ഥലമാണ് ചുട്ടിപ്പാറ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചുട്ടിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൻ്റെ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള ഒരു പാറയാണ് ശരിക്കും. ഇത് 3 പാറയുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആദ്യം കാണുമ്പോൾ പെട്ടെന്ന് വലിയ പാറയായിട്ടൊക്കെ തോന്നുമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ 10-15 മിനിറ്റ് കൊണ്ട് നടന്ന് കയറാവുന്ന ഒരു പാറയാണ്. ഇത് ഇവിടൻ്റെ തൊട്ട് മുകളിൽ ക്ഷേത്രമുണ്ട്, ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. ഞായറാഴ്ച മാത്രമേ അത് പൂജയൊക്കെ ഉള്ളൂ. 3 പാറയാണ് മൊത്തം ഉള്ളത്. ഒന്ന് ചേലവരിപ്പാറയും പുലിപ്പാറയും പിന്നെ കാറ്റാടിപ്പാറയും. ഇതാണ് കാറ്റാടിപ്പാറ. എൻ്റെ പുറമേ കാണുന്നതാണ് കാറ്റാടിപ്പാറ. അതിൻ്റെ താഴെ ഒരു ഗുഹയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹനുമാൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. ഇത് ആയിരിക്കും പുലിപ്പാറ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ പത്തനംതിട്ട നഗരം മൊത്തത്തിൽ കാണാം. ഒരു ഏരിയൽ വ്യൂ കാണാം. അതായത് ഒരു ഡ്രോൺ ഷോട്ട് പോലെ, ഡ്രോണിൽ നിന്ന് കാണുന്ന പോലെ തന്നെ പത്തനംതിട്ട നഗരം കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ നിന്ന് വളരെ ഭംഗിയായിട്ട് കാണാം. നല്ല കാറ്റാണ് ഉള്ളത്. ഇതിപ്പം ഞാൻ രാവിലെയാണ് നിൽക്കുന്നത്. ഞാനിതിനു മുമ്പ് വൈകുന്നേരം സമയം വന്നു, 2 സമയം വന്നു. 2 സമയത്തെ ഒരു ആംബിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആദ്യത്തെ തവണ വന്നപ്പോഴത്തേക്കിന് എനിക്ക് ഡ്രോൺ പറത്താൻ പറ്റിയില്ല. ഒരു പരുന്ത് 2 തവണ ഡ്രോൺ റാഞ്ചാൻ നോക്കി. അപ്പോൾ ഡ്രോൺ ഷോട്ട് കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ വന്നത്. രാവിലത്തെ ആംബിയൻസ് കുറച്ച് വെയിലൊക്കെ ഉണ്ട്, ചൂടുണ്ട്. ഇന്ന് ഇച്ചിരി ക്ലൗഡിയും കൂടെ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വൈകുന്നേരമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നല്ല കാറ്റും നല്ല രീതിയിലുള്ള കാറ്റൊക്കെ വൈകുന്നേരമുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ വിശ്രമിക്കാനും ഈ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യാനും ഒക്കെ വൈകുന്നേരങ്ങളിലാണ് വരുന്നത്. ഭയങ്കര ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇരിക്കുമ്പോൾ. ആ ഒരു ചെറിയ കാറ്റും തണുപ്പും പിന്നെ ഈ നഗരത്തിൻ്റെ ഒരു കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 400 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അച്ചൻകോവിൽ ആറ് കാണാം നമുക്ക്. നമ്മുടെ കുറേ പള്ളികൾ, നഗരത്തിൻ്റെ ഏകദേശം ഫേമസ് ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ കുറേ ദൂരെ നിന്ന് നോക്കിയാൽ കുറേ മലനിരകളാണ്. അടിപൊളിയായിട്ടുള്ള കിടിലൻ വ്യൂ ആണ് ആക്ച്വലി. ഈ ഒരു സ്ഥലം പിന്നെ രാമായണ കഥകളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. രാമൻ്റെ വനവാസ കാലത്തെ യാത്രയിൽ ഇവിടെ തങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ കാറ്റാടി പാറയുടെ താഴെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലാണ് രാമനും സീതയൊക്കെ വിശ്രമിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ചേലവരിപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വനവാസ കാലത്ത് അവിടെ വിശ്രമിച്ച സമയത്ത് സീത ചേല വിരിച്ചത്, ഉണക്കാൻ വിരിച്ചിട്ടിരുന്ന പാറ അതാണ്. അങ്ങനെയാണ് ചേലവരിപ്പാറ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ ചേലവരിപ്പാറയുടെ മുകളിലാണ് ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. ആ വിഗ്രഹം ശ്രീരാമൻ വനവാസ കാലത്ത് പൂജിച്ചതായിട്ട് കരുതപ്പെടുന്നു. ഇവിടെ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഈ ക്ഷേത്രത്തിൽ പൂജയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിരിക്കാനും വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. വളരെ സമാധാനത്തോടെ കുറേ നേരം ഇരിക്കാം. വൈകിട്ടത്തെ കാറ്റ് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ചെറിയൊരു കാറ്റുണ്ട്. നമ്മൾ വളരെ റിലാക്സ്ഡ് ആവും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. ഇവിടെ ഇരുന്ന് ആ നഗരത്തിൻ്റെ ആ ഒരു കാഴ്ച കാണുന്നത് വളരെ എന്താ പറയുക, പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേജാണ്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് ഈ പാറയുടെ മുകളിൽ അയ്യപ്പൻ്റെ വിഗ്രഹം ഭാവിയിൽ ഇങ്ങനെ പണിയുന്നതായിട്ടൊരു ന്യൂസ് ഇങ്ങനെ കണ്ടു. ഏതാണ്ട് 300 അടിയോളം ഉയരത്തിലുള്ളൊരു അയ്യപ്പൻ്റെ വിഗ്രഹം ഈ പാറയുടെ മുകളിലാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റൊക്കെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ആഴിമല ഗംഗാധരേശ്വരൻ പ്രതിമ നിർമ്മിച്ച അതേ ശില്പി തന്നെയാണ് ഇവിടുത്തെ അയ്യപ്പൻ്റെ പ്രതിമയും പണിയാൻ പോകുന്നത്. അയ്യപ്പൻ്റെ പ്രതിമ വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പിൽഗ്രിമേജ് സ്പോട്ടായി മാറും. കാരണം ശബരിമല സീസൺ എല്ലാവർക്കും അറിയാം. ശബരിമല ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പത്തനംതിട്ട വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പം
അവരെല്ലാം ഈ ഒരു ഏരിയയിലേക്ക് തീർച്ചയായും വന്ന് പോകുന്നൊരു സ്ഥലമായിട്ട് മാറും. അയ്യപ്പൻ്റെ വിഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് അത്രയും അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമായി മാറും. പക്ഷേ കുറച്ചുകൂടെ അന്നേരം ഈ ഒരു സ്ഥലം കുറച്ചുകൂടെ എന്താ പറയുക റഷായി മാറും, ആൾക്കാരുടെ ഒരു ബഹളമായി മാറും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴത്തെ ഒരു സമാധാന അന്തരീക്ഷം വളരെ വളരെ സൂപ്പറാണ്. കാരണം വെച്ചാൽ ഒരു ബഹളവും ഇല്ല. അപ്പോൾ വളരെ പ്രകൃതിയെ ആസ്വദിച്ച് നമുക്ക് ഈ മലനിരകളും ഈ കാറ്റും ചെറിയ പുൽത്തകിടിയൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമാണ്. ഈ പാറയാണെന്ന് പറഞ്ഞാലും നല്ല ഗ്രീനറിയാണ്. അപ്പം ഈ ഒരു സമാധാനം ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളവും കാര്യങ്ങളും ഒന്നും ഇവിടെ മേളിൽ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിൽ വെള്ളമെങ്കിലും മിനിമം കരുതിയിരിക്കുക. കാരണം ചെറിയൊരു കയറ്റമുണ്ട്, കയറി വരുമ്പോഴത്തേക്കും നല്ലപോലെ ദാഹിക്കും. അപ്പോൾ വെള്ളം കരുതിയിരിക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് ഇവിടെ മാക്സിമം ഇടാതിരിക്കുക. അതിനുള്ള സംവിധാനങ്ങൾ ഒരു താഴെ വെച്ചിട്ടുണ്ട്. ഈ കുപ്പിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവരിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് ഇത്തരം സ്ഥലങ്ങളൊന്നും വൃത്തികേടാക്കാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുക. പറ്റുന്നവർ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിലും ദൂരെയുള്ളവരാരെങ്കിലും KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് ഫയർ സ്റ്റേഷൻ്റെ അവിടെ വണ്ടി ഇടാം. അവിടെ കുറച്ച് വണ്ടികളെ പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫയർ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് ആണ് കയറി വരേണ്ടത്. അപ്പോൾ ഫയർ സ്റ്റേഷൻ്റെ അവിടെ വണ്ടി ഇട്ടതിന് ശേഷം മുകളിലോട്ട് കയറി വരാം. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. ചെറിയൊരു സ്ഥലമാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.